വെറൈറ്റി ടേസ്റ്റുകൾ പരീക്ഷിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റിലൊരു ഹൈദരാബാദി ചിക്കൻ മസാല. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനായി ഒരു ചീനച്ചട്ടിയിൽ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്ത് നമുക്കൊന്ന് വറുത്ത് കോരാം. അത്യാവശ്യം ഒരു ബ്രൗൺ നിറമാകണം, എന്നാൽ ടേസ്റ്റ് മാറിപ്പോവുകയും ചെയ്യരുതേ. കോരി നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ അത് ക്രിസ്പിയായി മാറും. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1.25 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച സവാളയും 1/2 കപ്പ് തൈരും ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നു. ചെറിയ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമുക്ക് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. എല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണ്ടേ. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കതിന് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, 10-12 മണി കുരുമുളകും ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പൂവും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. പകുതി തക്കോലവും പകുതി ജാതിപത്രിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടതൊരു 4 ഏലക്കയാണ്. കുറച്ച് വെളുത്ത എള്ളും ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. 1 പിടി കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയത്തിലോ സിമ്മിലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടതൊന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്നൊരു 2 സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി മസാലയുടെ കൂടെ അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. പാനിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഉള്ളി വറക്കാൻ ഉപയോഗിച്ചിരുന്ന എണ്ണ കൂടി യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു വലിയ ഏലക്കയും വഴനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കാം. എണ്ണയൊന്ന് തെളിഞ്ഞ് വരണമേ. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും ഗ്രേവിക്കായി ഇത് ചേർത്ത് കൊടുക്കണം. മിക്സിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഫ്ലെയിം നമുക്കൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ചിക്കൻ ഇരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
എല്ലാം നന്നായി ഒന്ന് ഇളക്കി ചിക്കനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചത് വേവിക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചുവട്ടിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട്. ഗരം മസാല മാറ്റി വെച്ചിരുന്നത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ എല്ലാം യോജിച്ച് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം നന്നായി കുറുകിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഗ്രേവി തിക്കാക്കുകയോ ലൂസാക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടി ലൂസാക്കുന്നുണ്ട്. അതിനായി 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ടൊക്കെ ചേർത്തത് കൊണ്ടൊന്ന് കുറുകി വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. കൂടെ മല്ലിയിലയും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനായി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതാണേ. ഹൈദരാബാദി ചിക്കൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വിശേഷ അവസരങ്ങളിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.